കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള ആളുകളൊക്കെ പലപ്പോഴും സമസ്തയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇടപെടാറുണ്ട്. അത് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉസ്താദുമാരെയും നേതാക്കളെയും പാണക്കാട് സാദാത്യങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഒരു സമസ്ത മുസ്ലിം ലീഗ് തർക്കമോ പ്രശ്നമോ അല്ല. പക്ഷേ അതിനൊരു സമസ്ത മുസ്ലിം ലീഗ് പ്രശ്നമാക്കുന്നു, സമസ്തയിൽ CPMൻ്റെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നു, ഈ രീതിയിലുള്ള കള്ളപ്രചാരണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തെ മറച്ചുവെച്ച് സമസ്തയിലെ സമുന്നതരായ ചില നേതാക്കളെ, ഉസ്താദുമാരെയൊക്കെ വളരെ ഇകഴ്ത്തി കാണിച്ച് മോശമാക്കി സമസ്തക്ക് സമൂഹത്തിലുള്ള വലിയ സ്വീകാര്യതയും അംഗീകാരത്തെയും ഇടിച്ചു താഴ്ത്താനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും സമൂഹത്തിന് ഗുണം ചെയ്യില്ല, സമസ്തക്ക് ഗുണം ചെയ്യില്ല, മുസ്ലിം ലീഗിന് ഗുണം ചെയ്യില്ല, സമുദായത്തിനെല്ലാം ഇതുകൊണ്ട് നഷ്ടമേ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെടുന്നതിന് എല്ലാ വിട്ടുവീഴ്ചകൾക്കും നമ്മുടെ ഉസ്താദുമാർ സന്നദ്ധമായതിൻ്റെ ഗുണഫലമാണ് ഇത്തരം ഒരു ഫോർമുല അംഗീകരിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. ആ ഫോർമുലയെ തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. തള്ളിക്കളഞ്ഞതിന് ശേഷവും വീണ്ടും നമ്മുടെ ഉസ്താദുമാർ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടും ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ദിവസം നിശ്ചയിച്ചു. ആ 4 മണിക്ക് മീറ്റിംഗ് ചേരാനിരിക്കെയാണ് 2:30 മണിക്ക് സമസ്ത കേരള ജമിയത്തിൽ മാറ്റി നിർത്തപ്പെട്ടയാളെ ജനറൽ സെക്രട്ടറിയായിട്ട് വീണ്ടും കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് ആ കമ്മിറ്റി 1 മാസം മുമ്പ് തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ മധ്യസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്യണം, 1 മാസത്തിനകം ആ വിഷയം പരിഹരിക്കാം, എന്നിട്ട് നിങ്ങൾ കമ്മിറ്റി പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം. ആവട്ടെ, ഈ 1 മാസം കഴിയുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നമ്മുടെ സമുന്നതരായ നേതാക്കൾ ഇരിക്കുന്നുണ്ടല്ലോ. 4 മണിക്ക് ഇരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് 2:30 മണിക്ക് ആ കമ്മിറ്റിയുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ചർച്ച പൊളിക്കണമെന്നല്ലേ? ആ ലിസ്റ്റ് പുറത്തുവിട്ടത് സമസ്തയല്ലല്ലോ. ആ ലിസ്റ്റ് പുറത്തുവിട്ടത് സമസ്ത കേരള ജമിയത്തിലൂടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളല്ലല്ലോ. അപ്പോൾ ആരാണ് ഈ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കുന്നത്? ഒരു പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ടാക്കി. ആ ഫോർമുലയുടെ താഴെ ഒപ്പുവെക്കുന്നത് സമസ്തയുടെ നേതാക്കൾ, പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കൾ. ആ ഫോർമുല അംഗീകരിച്ചില്ല. എന്നിട്ടും ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇവർ 3 കൂട്ടരും വീണ്ടും ഒരുമിച്ചിരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ 4 മണിക്ക് മീറ്റിംഗ് ചേരാനിരിക്കെ 4 മണിക്ക് മുമ്പ് 2:30 മണിക്ക് ആ കമ്മിറ്റിയുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിൻ്റെ താല്പര്യം എന്താണ്? ഇനി ഈ 2:30 മണിക്ക് ലിസ്റ്റ് പുറത്തുവിട്ട ആളുകൾക്ക് ഒന്നാലോചിക്കാമായിരുന്നു. 4 മണിക്ക് ഏതായാലും അവർ മീറ്റിംഗ് ചേരുന്നുണ്ട്, ഇന്നത്തെ മീറ്റിംഗ് കൂടി കഴിയട്ടെ, ഒരു 2 മണിക്കൂർ അധികം കാത്തിരുന്നാൽ മതി. ഏതായാലും 1 മാസം കാത്തിരുന്നു, മീറ്റിംഗ് നിശ്ചയിച്ചു, 4 മണിക്ക് മീറ്റിംഗ് ചേരാൻ നിൽക്കുകയാണ്. 4 മണിക്ക് മീറ്റിംഗ് ചേരാനിരിക്കെ 2:30 മണിക്ക് ലിസ്റ്റ് പുറത്തു വിടണ്ട. 4 മണി കഴിഞ്ഞാൽ എന്തായാലും 6 മണിൻ്റെ മുമ്പ് മീറ്റിംഗ് തീരും. 6 മണി വരെ കാത്തിരിക്കാം, എന്നിട്ട് നമുക്ക് ലിസ്റ്റിനെ കുറിച്ച് ആലോചിക്കാം. അതിന് പോലും ക്ഷമ കാണിക്കാതെ മീറ്റിങ്ങിന് മുമ്പ് ഈ ലിസ്റ്റ് പുറത്തുവിട്ടതിൻ്റെ താല്പര്യം എന്താണ്? പ്രശ്നപരിഹാരമാണോ? എന്താണ് ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെക്കുറിച്ച് ആരും ഒന്നും പറയാത്തത് എന്താണ്? അവരെ സംരക്ഷിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്? അല്ലെങ്കിൽ അവരാണ് ശരിയെന്ന് ചില ആളുകൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? സമസ്ത കേരള ജമിയത്തുലമക്ക് പ്രയാസമുണ്ടാക്കുന്ന, സമസ്ത കേരള ജമിയത്തുലമയെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഏത് നീക്കങ്ങളുണ്ടായാലും അതിനൊരിക്കലും അംഗീകരിക്കാൻ, അതിനൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം ഇത്തരത്തിലുള്ള എന്ത് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളെ ഭയന്നുകൊണ്ട്, കുപ്രചാരണങ്ങളെ ഭയന്നുകൊണ്ട്, വ്യാജപ്രചാരണങ്ങളെ ഭയന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമയുടെ താല്പര്യം ബലി കഴിച്ചുകൊണ്ട് മൗനം പാലിക്കുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. നമ്മൾ പറയാനുള്ളത് പറയും, എഴുതാനുള്ളത് എഴുതും. അതുകൊണ്ട് സംഘടനയുടെ ഭാഗമായിട്ട് ജനിച്ച് ജീവിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മുടെ മജ്ജയും മാംസവും ഒക്കെ. സംഘടനയാണ്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ എന്തെങ്കിലും 4 ആളുടെ മുമ്പിൽ വർത്തമാനം പറയാനുള്ള ശേഷി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അവസരമൊരുക്കിയത് ഈ സംഘടനയാണ്. ആ സംഘടനയെ മോശമാക്കുന്ന, ആ സംഘടനയെ പ്രശ്നവൽക്കരിക്കുന്ന,
ആ സംഘടനയെ സമൂഹത്തിന് മുമ്പിൽ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ഏത് ശക്തികളെയും നമ്മുടെ ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് എന്തെങ്കിലും വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ട് നമ്മുടെ വായ മൂടിക്കെട്ടാം എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല.